മാ യഫ്തഹില്ലാഹു ലിന്നാസി ഫലാ മുംസിക ലഹാ. പിഴക്കണ്ട കേട്ടോ, ഇവിടെ പിഴക്കരുത്. ഒരാളും ഉറങ്ങരുത്, തെറ്റരുത്, ശ്രദ്ധിക്കണം. മാ യഫ്തഹില്ലാഹു ലിന്നാസ്, അല്ലാഹു മനുഷ്യർക്ക് ഒരു അനുഗ്രഹത്തെ തുറന്നു കൊടുത്താൽ ഫലാ മുംസിക ലഹാ, അത് പിടിച്ചു വെക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. വമാ യുംസികു ഫലാ മുർസില ലഹു മിൻ ബഅദി, അവൻ പിടിച്ചു വെച്ചതോ തുറന്നു കൊടുക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അപ്പോൾ ആരായിരിക്കും നമുക്ക് തടഞ്ഞിട്ടുണ്ടാവുക? കഴിഞ്ഞല്ല ബിഷപ്പ് സഞ്ചു സീറോക്ക് ശരിയായി. ഇതാണ് ലാബ്, ഇതാണ് ലാബ്. നിങ്ങൾ ഏതെങ്കിലും ഒരാളോട് പോയി പറയാ എൻ്റെ ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അയാൾ പറയാ എന്ത്, അതൊരു 40 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിച്ചട്ടിയെ അടുപ്പിലിട്ടിട്ട് അതിൻ്റെ മേലെ ഒരു മുട്ടയും കൂടി വെച്ചിട്ട് ആ മുട്ടയും കൂടി കത്തിച്ചാൽ ഒക്കെ ലെവലാവും എന്ന് പറഞ്ഞാൽ ഓനും പൊട്ടൻ ഇയും പൊട്ടൻ. ഓൻ വലിയ പൊട്ടനല്ല, ഓനിക്ക് എന്തെങ്കിലും കൊടുക്കും, അതുകൊണ്ട് പൊട്ടനല്ല, ഈജി പൊട്ടൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങളുണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? ഇവിടെ പ്രശ്നം ഒന്നുകൂടി കേൾക്ക്. മാ യഫ്തഹില്ലാഹു ലിന്നാസി ഫലാ മുംസിക ലഹാ വമാ യുംസികു ഫലാ മുർസില ലഹു മിൻ ബഅദി. അല്ലാഹു ഒരാൾക്കൊരു അനുഗ്രഹം തുറന്നു കൊടുത്താൽ അത് പിടിച്ചു വെക്കാൻ ഒരാൾക്ക് കഴിയുകയില്ല. അല്ലാഹു പിടിച്ചു വെച്ചതോ തുറന്നു കൊടുക്കാൻ ഒരാൾക്ക് കഴിയുകയില്ല. അപ്പൊ ആരാ പിടിച്ചു വെച്ചതാരാ? അല്ല നീതിമാനാണ്. അപ്പൊ എന്തേ പിടിച്ചു എന്തുകൊണ്ട് തരാൻ തന്നെ പറ്റൂല? കഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് മനസ്സിലായി അതിന് എന്നെ ഏൽപ്പിക്കാൻ പറ്റൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതന്നെ പ്രശ്നം, അത് തന്നെ പ്രശ്നം. ഞാൻ അവിടുന്ന് ഇങ്ങനെ കേറണം. എന്റെ കയ്യില് ഇന്ന് പ്രസംഗിക്കണ്ട കിതാബിന്റെ രേഖയും കിട്ടും, ഞാൻ കൊണ്ടുവന്നു. അപ്പൊ ഒരു കുട്ടി പാഞ്ഞു വന്നു, ഉസ്താദ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി. പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഇടയിൽ അവനത് മണ്ണിലിട്ടു, അത് മണ്ണിൽ പുരണ്ടു. പിന്നെ അതിൻ്റെ എഴുത്തും എഴുത്തില്ല, തിരിയാത്ത കോലത്തിലായി. തൽക്കാലം മോനോട് ഞാൻ ഒന്നും വേണ്ടിയില്ല. അടുത്ത ആഴ്ച ഞാനത് ഓൻ്റെ കൈ കൊടുക്കൂല, അത് അവൻ്റെ കൈ ഞാൻ കൊടുക്കൂല. കൊടുത്താൽ എന്നെക്കാൾ വലിയ പൊട്ടം വേറുണ്ടാവില്ല. അലൈഹിസ്സല്ലാഹു ബിഅഹ്കമിൽ ഹക്കീമീൻ. ഇത് തരാൻ തന്നെ പറ്റൂല. നീ പറ്റും നിജ് തെളിയിക്കണം, പറ്റും നിജ് തെളിയിക്കണം. എന്നതിൽ പിന്നെ നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? എന്തിനാടാ വേറെ ആളെ കുറ്റം പറയുന്നത്? എൻ്റെ മൂത്താപ്പയാണ് എനിക്ക് ചെയ്തത്. എന്ത് മൂത്താപ്പയുടെ ആകാശത്തേക്ക് പറക്കൂല മൂത്താപ്പ. നേരെ എന്നാൽ എന്ത് മൂത്ത, എന്ത് എളാപ്പ, എന്ത് മൂത്താപ്പ, എൻ്റെ അമ്മായി, എൻ്റെ അമ്മായി കാക്ക, എൻ്റെ അയൽവാസി. ചിലർ പറയുന്നത് എൻ്റെ മൂത്താപ്പയാണ് ചെയ്തത്, ചിലർ പറയുന്നത് എളാപ്പയാണ് ചെയ്തത്, ചിലർ പറയുന്നത് അമ്മായിയാണ് ചെയ്തത്, ചിലർ പറയുന്നത് അമ്മോശനാണ് ചെയ്തത്. ഇവരാരും ചെയ്തു എന്നും ഞാൻ പറയുന്നില്ല, ചെയ്തിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല. ചെയ്തേക്കാം. എന്തുകൊണ്ട്? അമുക്കായ മൂത്താപ്പയും ഉണ്ട്, അമുക്കായ എളാപ്പയും ഉണ്ട്, അമുക്കായ അമ്മായിയും ഉണ്ട്, അമുക്കായ അമ്മായിക്കാക്കയും ഉണ്ട്. ഇവരൊക്കെ ഈ ലോകത്തുള്ളവരാണ്, അവരൊക്കെ അമുക്കായിട്ടുണ്ടോ? പക്ഷേ അല്ലാഹു ഒരടിമക്കൊരു നിഅ്മത്ത് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചാൽ ഒരമ്മായിക്കോ ഒരമ്മായിക്കാക്കോ ഫലാ മുംസിക ലഹാ, അത് പിന്നെ പിടിച്ചു വെക്കാൻ കഴിയുകയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിനാണ് അമ്മായിക്കാക്കനെ കുറ്റം പറഞ്ഞു? എന്നാ അമ്മായിക്കാക്ക മോശമല്ലേ? ആണെങ്കിൽ അമ്മായിക്കാക്ക അവിടുന്ന് വാങ്ങിക്കോട്ടെ, നിനക്കെന്ത്? അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അമ്മായിക്കാക്ക മോശമാണ് ആണ്, ഞാനും പറയണം അമ്മായിക്കാക്ക മോശം തന്നെയാണ്. അമ്മായിക്കാക്കാൻ്റെ മോശത്തോടു കൂടി ഇതും കൂടിയാണ് കൂടും. ചീത്തയായ ചതി അതിൻ്റെ ആളുകളിലേക്ക് മാത്രമേ തിരിച്ചു പോകൂ, നിന്റെ അടുത്തേക്ക് വരില്ല. ഈ ഓടിക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സീറ് ചെയ്യൂലൻ ചെയ്യും. അതൊക്കെ ഒരു ദിവസം 2 ദിവസം ഏകത്തിൻ ദോത്തിൻ തിൻ അനങ്ങാൻ പറ്റില്ല, പൊട്ടി തകർന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നോക്ക്. വളരെ ചിന്തിക്കണം.
ശൈത്താനെ ഉപയോഗിച്ചിട്ടല്ലേ സിഹർ ചെയ്യുന്നത്. ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫാ. ശൈത്താന്റെ ഏത് ചതിയും ദുർബലമാണ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫാ. ശൈത്താന്റെ ഏത് ചതിയും ദുർബലമാണ്. ശൈത്താൻ ഏത് പേരിട്ടാലും മതി. ചിലപ്പോൾ കുളിയാന്നാണ്, ചിലപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മരക്ഷസ് പേരിട്ടാ അല്ല പേടിയോ, ബ്രഹ്മരക്ഷസ് കുളിയാന്. ഞങ്ങളെ നാട്ടിലൊക്കെ പഴയ കാലത്തെ കുട്ടികള് ചോറ് നിന്നിട്ടില്ലെങ്കിൽ ഉമ്മാര് പറയും കോത്താമ്പി വരും വേഗം ചോറുന്നോന്നാണ്. കോത്താമ്പി ഇക്കാലം വരെ ഒരു വരയിൽ വന്നിട്ടില്ല. ആയിരക്കണക്കായ കൊല്ലങ്ങളായി മലയാളികൾ ഏറനാട്ടിലെ കുട്ടികളൊക്കെ ചോറുന്നത് കോത്താമ്പിനെ പിടിച്ചിട്ടാണ്. നൽക്കാലം വരെ ഒരു പരിയിലേക്കും കോത്താമ്പി വന്നിട്ടില്ല. അങ്ങനെ പറയാം അല്ലെ? അലിക്കൊക്കെ അങ്ങനെയല്ലേ പറയാം. നമ്മുടെ കുട്ടിക്കാലത്ത് അലിക്കൊക്കെ ഏറനാട്ടുകാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. ചോദിക്ക് അത് അവിടെ കുറേ വശം ആളുകൾ ഇരിക്കുന്നവരൊക്കെ ഏറനാട്ടുകാരാണ്. ചോദിക്കും നിങ്ങളുടെ നാട്ടിൽ വേറെ ഒരാളുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലെ ഉമ്മാരൊക്കെ പറയാം കുട്ടികൾ വൈകുന്നേരം ചോറുന്നാലൊക്കെ അരിഞ്ഞാൽ ഉമ്മ പറയും ഞാൻ കോത്താമ്പി കൊടുക്കും അല്ലെങ്കിൽ കോത്താമ്പി ഇപ്പോഴും വരും. ഈ ഉമ്മാനോട് ഉമ്മാൻ്റെ ഉമ്മ ചോറുന്നാത്ത കാലത്ത് ഉമ്മാൻ്റെ ഉമ്മ പറഞ്ഞതും കോത്താമ്പി വരുന്നിരിക്കും. എന്നിട്ട് കോത്താമ്പി വന്നില്ല. ഉമ്മാൻ്റെ ഉമ്മ പറഞ്ഞതും കോത്താമ്പി വരുന്നിരിക്കും. കോത്താമ്പി വന്നിട്ടില്ല. നീ ഈ കുട്ടി ഇപ്പം ഈ ചോറ് വെക്കണ ഈ കുട്ടിയോട് അക്കുട്ടി അതിനെ കെട്ടിച്ചിട്ട് അതിന് കുട്ടി ഉണ്ടായിട്ട് അതും എന്ന് കരയുമ്പോൾ പറയാ ഉണ്ടാകുന്നോ? ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഏറനാട്ടുകാരായ മലയാളികളെ സഹായിച്ച ബഹുമാനപ്പെട്ട കോത്താമ്പി ഇക്കാലം വരെ വരൂല്ല, വരാനുള്ള ആളുമല്ല. എന്താ പേടിക്കുന്നതിനാ? ഏത് പേടിക്കുന്നത്? നോക്ക്, നിങ്ങൾ ചിന്തിക്കണം. ما يفتح الله للناس من رحمة فلا ممسك لها. ما يفتح الله للناس من رحمة فلا ممسك لها. അല്ലാഹു അവന്റെ അടിമക്ക് ഏതെങ്കിലും ഒരു റഹ്മത്തിനെ തുറന്നു കൊടുത്താൽ, ഒരു അനുഗ്രഹത്തെ തുറന്നു കൊടുത്താൽ ഫലാ മുംസിക ലഹാ, ആ അനുഗ്രഹത്തെ തടഞ്ഞു വെക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. ഇനി വമാ യുംസികു ഫലാ മുർസില ലഹു മിൻ ബഅദി. ആരെങ്കിലും അല്ലാഹു തആല പിടിച്ചു വെച്ചാലോ തുറന്നു കൊടുക്കാനും ഒരാൾക്ക് സാധ്യമല്ല. അപ്പോൾ അടിസ്ഥാനത്തെ മനസ്സിലാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. യാ അയ്യുഹന്നാസു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാഹു ഫഅന്നാ തുഫകൂൻ. ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ആലോചിക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു സ്രഷ്ടാവ് ഉണ്ടായിട്ടുണ്ടോ? അല്ലാഹു അല്ലാതെ ഏതെങ്കിലും ഒരാൾ നിങ്ങളെ തീറ്റിപ്പോറ്റിയിട്ടുണ്ടോ? ആരെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ടോ? ഒരാൾക്കും സാധ്യമല്ല. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾ തെറ്റിക്കപ്പെട്ടിട്ടുള്ളത്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. എവിടുന്ന് ഒരു പോയിന്റ് നിങ്ങൾ തെറ്റിയിട്ടുണ്ടല്ലോ. എങ്ങനെ നിങ്ങൾ തെറ്റിയത്? നിങ്ങൾ ആകാശഭൂമി ആകെ ആലോചിച്ചിട്ട് അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് റിസ്ക് തരുന്ന ഒരാളെ കണ്ടിട്ടില്ല. അല്ലാഹു അല്ലാതെ അനുഗ്രഹം ചൊരിയുന്ന ഒരാളെ കണ്ടിട്ടില്ല. ഇല്ല. അല്ലാഹു അല്ലാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു അല്ലാതെ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.